അത് ഈ മേഖലയിൽ അതിന് പോകാൻ താല്പര്യമാണെങ്കിൽ അത് താല്പര്യം തന്നെ, അത് നല്ലതാണ്. വലിയ കണക്കിന് നോക്കണമെങ്കിൽ നമുക്കത് പറയാൻ പാടില്ല. പക്ഷേ അത് അവളെ മക്കളൊക്കെ വലുതായില്ലേ, എന്നിട്ടും അവൾ ആ രംഗത്തിറങ്ങണ അവളെ വേഷം അവിടെ അത് ഒട്ടും ശരിയല്ല. മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിനേക്കാളും എത്രയോ മോശമായിട്ട് പല ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇത് എവിടെ ഒരാളെ മാത്രം ഇങ്ങനെ നമ്മൾ നല്ല കണ്ണോടെ കണ്ട നല്ലതാണ്, മോശമായി കണ്ടു കഴിഞ്ഞാൽ മോശമാണ്. അങ്ങനെ വേറെ വൃത്തികേടായിട്ടൊക്കെ ഉള്ള ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാന്യമായിട്ടൊക്കെ തന്നെ ഒരുവിധം സാധാരണ സിനിമാ നടിയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ മഹാമോശമായിട്ടൊക്കെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് രേണുസുതി. എന്നാൽ തുടക്കത്തിൽ രേണുസുതിയെ അനുകൂലിച്ചവരെല്ലാം ഇന്ന് പ്രതികൂലിക്കുകയാണ്. അക്കൂട്ടത്തിൽ രേണുസുതിയുടെ ഹസ്ബൻഡായ കൊല്ലം സുധിയുടെ അടുത്ത സുഹൃത്തായ നിമിഷോ ബിജോയാണ് ഇപ്പോൾ രേണുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. രേണുവിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കിയാൽ പോരെ എന്നാണ് നിമിഷ ബിജോയുടെ അഭിപ്രായം. ജനങ്ങൾക്ക് ഈ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? പുള്ളിക്കാരിക്കെതിരെ ഇപ്പം കൊല്ലം സുധിയുടെ ഒരു സുഹൃത്ത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. രേണുവിന് എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീട്ടിൽ ഇരുന്നാൽ പോരെ, ഇങ്ങനെയുള്ള തൊഴിലിന് പോണോ എന്നാണ് നിമിഷ ബിജു ചോദിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ അതൊരു ശരിയായ മാർഗം, അല്ലെങ്കിൽ രേണു ഈ ജോലി തിരഞ്ഞെടുത്തതിനോട് ആൻറ്റിയുടെ അഭിപ്രായം എന്താ? ജോലി തിരഞ്ഞെടുക്കണം നല്ല കാര്യമല്ലേ, അവരെ ചെയ്യുന്ന അവരെ നല്ലതാണ്, നല്ലത് നല്ല കാര്യമാണ്. രണ്ട് പിള്ളേരൊക്കെ ഉള്ളതല്ലേ അല്ലേ, രണ്ട് മക്കളുമായിട്ട് അവർ വീട്ടിൽ ഇരുന്നാൽ നല്ല എന്താണ് അല്ല, വീട്ടിലിരുന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടും. അങ്ങനെ ഒരു മാർഗം പോരെ ഇങ്ങനെ ഒരു മേഖലയിലോട്ട് ഇറങ്ങണോ എന്നാണ് നിമിഷ ചോദിക്കുന്നത്. ആൻറ്റിക്കും അതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? അഭിപ്രായം രണ്ടും ഒരേപോലെ അഭിപ്രായം തന്നെ, അല്ലാതെ ആൻറ്റിക്ക് എന്താ പറയാനുള്ള ആൻറ്റി? കൊച്ചിനെ കുറിച്ചാ രേണുവിനെ പറ്റി പറയുമെങ്കിൽ അതിന് ജീവിക്കണ്ടേ, അത് ഈ മേഖലയിൽ അതിന് പോകാൻ താല്പര്യമാണെങ്കിൽ അത് താല്പര്യം തന്നെ, അത് നല്ലതാണ്. അത് രണ്ട് പിന്നെ അതിന് ജീവിക്കണ്ടേ, അതിന് വേറെ കൂലിപ്പണിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ, അതും ജീവിക്കണമല്ല. അത് തന്നെ അതിന് തോന്നിയത് എന്താണ് ആ പരിപാടി, അത് അതിന് അതാണ് ഇഷ്ടം, അതിന് അതേ അറിയാള്. അത് പണ്ടേ അങ്ങേരുണ്ടായിരുന്നപ്പോഴേ പൊക്കോണ്ടിരുന്ന തന്നെ, ആ പയ്യനും കൂടെ ഉണ്ടായിരുന്നപ്പോഴേ. അപ്പം അതാണ് കണ്ടുപിടിച്ച തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോട്ടത്. ഇപ്പം പറയണവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റൂല, ഇല്ലല്ല. അതിന് ജീവിക്കണ്ടേ, അതിന് പിന്നെ വേദിയിൽ ഇറങ്ങി അത് നല്ല രീതിയിൽ നടക്കണ്ടേ. അപ്പം അത് അധ്വാനിച്ചാലേ അതിന് നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആരും കൊടുക്കൂല. ഈ പറയണവരാരും കൊടുക്കൂല, ആരും കൊടുക്കൂ. അതാണ് അത് അധ്വാനിക്കണം, അത് ജീവിക്കണം. അവർക്ക് ഇഷ്ടമുള്ള മേഖല പോണ മേഖല ഏതാണ് അതിനോട് എനിക്കും താല്പര്യം തന്നെ അത് പോണത്. എനിക്ക് കൊടുക്കാനില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതിന്. അത് ഓരോ രംഗങ്ങൾ അതിൻ്റെ ഇഷ്ടം, അല്ലാതെ ആ പൊതുവേദിയിൽ അത് അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്ന് പറയാൻ അത് എല്ലാവരും കാണക്ക രീതിയിലാണ് അത് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചീത്തപ്പേര് എന്തിനാണ് അതിനെ പറയണത്? അത് കണ്ടുപിടിച്ച ആ മേഖലയിൽ അത് പോകുന്നതാണ് നല്ലത്. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാനും വരുമാനം വേണമല്ലോ. അപ്പോൾ വരുമാനം ഉണ്ടെങ്കിൽ അവർ പോയാലല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അവർ പോകുന്നത്. കുഴപ്പമില്ലെന്ന് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തിക ആവശ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അതാ. പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കണം, സാമ്പത്തികത്തിന് മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാതെ കുഞ്ഞുങ്ങളെ നോക്കണം. പക്ഷെ കുഞ്ഞുങ്ങളെ ഇവർ പോകുന്ന സമയത്ത് നോക്കാനായിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല വീട്ടിൽ, അതൊക്കെ ഒരു പ്രശ്നമാണ്. ഒരിക്കലും കളിക്കാൻ പറ്റൂല, അവൾ വേണ്ടാത്തതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. വലിയ കണക്കിന് നോക്കണമെങ്കിൽ നമുക്കത് പറയാൻ പാടില്ല. പക്ഷേ അത് അവളെ മക്കളൊക്കെ വലുതായില്ലേ, എന്നിട്ടും അവൾ ആ രംഗത്തിറങ്ങണ അവളെ വേഷം അവിടെ അത് ഒട്ടും ശരിയല്ല. വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അല്ലാതെ രണ്ട് മക്കളുണ്ട്, കൊച്ചിനെ എടുത്ത് വളർത്തണം. അപ്പോൾ അത് വലിയ കുട്ടിയായില്ലേ, അപ്പോഴെന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ രീതിക്ക് ഇരിക്കണം. ഇത് ഒട്ടും ശരിയുള്ള വല്ല ജോലിക്ക് പോകണതാണ് നല്ല മാന്യമായിട്ട്. ഒരു വീട് ദാനം കൊടുത്തു, അതിനെപ്പറ്റി എന്തെല്ലാം ചർച്ച വന്നു, അവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷെ അത് വലിയ തെറ്റാണുള്ളൂ കാണിക്കുന്നത്. തെറ്റ് തന്നെയാണ്. അല്ല, ആ ചേച്ചിയുടെ ഇഷ്ടമല്ലേ? ആ ചേച്ചി ഈ ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ കളിക്കുന്നതും എടുക്കുന്നതൊക്കെ ആ ചേച്ചിയുടെ ഇഷ്ടമല്ലേ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പയ്യനുമായിട്ടല്ലേ കളിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിനും ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ആ ചേച്ചിനെ വിട്ട് പോയെങ്കിൽ ആ ചേച്ചിയുടെ വിഷമമല്ല മനസ്സിലല്ലേ? ആ ചേച്ചിയുടെ ഇഷ്ടമല്ലേ? രേണുസുതിൻ്റെതായ അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അതിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് ശരിയല്ല. അപ്പോൾ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ജീവിക്കട്ടെ. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താ? എനിക്കത് അഭിപ്രായമാണ്.
കാരണം അത് അവരുടേതായ വ്യക്തിപരമായ കാര്യമാണ്. അത് അതിൽ നമ്മൾ കൈകടത്തേണ്ട കാര്യമില്ല. ആവശ്യമില്ല. അവള് ആ കുട്ടികളെ നോക്കുന്നില്ല എന്ന് പറയുന്നില്ല. കാരണം അവള് പറയുന്നുണ്ട് അവളെ ഈ കുറ്റപ്പെടുത്തുന്നത് ആരും അവൾക്ക് ഒരു രൂപ പോലും ആരും കൊടുക്കുന്നില്ല. അവളിപ്പോൾ അവളുടെ ഒരു പ്രൊഫഷണൽ എടുത്തിട്ട് അവൾ ചെയ്യുന്ന ജോലി അവളെ ആ ഒരു രീതിയിൽ മാത്രമേ അവൾ നോക്കുന്നുള്ളൂ. കുട്ടികളെ അവൾ നോക്കുന്നുണ്ട്, നോക്കുന്നില്ല എന്ന് പറയുന്നില്ല. അവൾ പോലും പറയുന്നില്ല അവളുടെ വീട് അവൾ സ്വന്തമായിട്ട് എടുക്കുന്നില്ല, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ഒരു അവളെ തെറ്റായിട്ടൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇല്ല, മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിനേക്കാളും എത്രയോ മോശമായിട്ട് പല ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇത് എവിടെ ഒരാളെ മാത്രം ഇങ്ങനെ ഏകീകരിച്ച് പോകുന്നത് പോലെയുള്ള കോർണർ ചെയ്ത് പോകുന്നത് പോലെയുള്ള ഒരു സംഭവമാണ്. അവരെ ഒരു രീതിക്ക് വേണ്ടി അങ്ങനെ ആഡ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആളെല്ലാം പല ഇതും പറയുന്നുണ്ട്, നമ്മളതിനോടൊന്നും യോജിക്കുന്നില്ല. ശ്രുതി മരിച്ചതിന് ശേഷം അവർക്ക് ജീവിക്കണമല്ലോ, വേറെ ആരും അവരെ കുടുംബം നോക്കാനില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരെ 2 മക്കൾക്കും ജീവിക്കണ്ടേ, അതിനുവേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമേ ഉള്ളൂ. അല്ലാതെ മറ്റു രീതിയിലൊന്നും രേണുവിനെ ഞാൻ കാണുന്നില്ല. എനിക്കതാണ് ഒരു അഭിപ്രായം. അവരുടെ ഒരു ഫാഷനാണ് അവർക്ക് അഭിനയം എന്ന് പറയുന്നത്. അവരുടെ ഹസ്ബൻഡും അഭിനയിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവർക്കും ജീവിക്കാൻ വേറൊരു വഴിയില്ല. അവർക്ക് അറിയാമെന്നുള്ള തൊഴിൽ ഇതാണ്. അപ്പോൾ അത് അവർ ചെയ്ത് ജീവിക്കുന്നു, അത് മാന്യമായി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെറിയ റീൽസുകൾ കാണിക്കുന്നത് അതൊരു മോശമാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പലരും പല രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല കണ്ണോടെ കണ്ടാൽ നല്ലതാണ്, മോശമായി കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണ്. അപ്പം നമ്മൾ നല്ലതായി നമ്മുടെ മനസ്സിനെ ക്രമീകരിച്ച് നല്ലതായിട്ട് കാണുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അങ്ങനെ വേറെ വൃത്തികേടായിട്ടൊക്കെ ഉള്ള ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാന്യമായിട്ടൊക്കെ തന്നെ ഒരുവിധം സാധാരണ സിനിമാ നടിയൊക്കെ നോക്കുകയാണെങ്കിൽ അത് മഹാമോശമായിട്ടൊക്കെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. പക്ഷേ അവളെ സംബന്ധിച്ച് കുഴപ്പമില്ല, അവൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗത്തിൽ. അല്ലെങ്കിൽ ഈ പറയണവർ കൊടുക്കണം അവൾക്ക് ജീവിക്കാൻ, അങ്ങനെ വേണം ചെയ്യാൻ. അല്ല കുറ്റം പറയാൻ ഒത്തിരി പേര് കാണും. പക്ഷേ ഒരാളിങ്ങനെ ഫീൽഡ് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല, കുറ്റം പറയാൻ ഒത്തിരി പേര് കാണും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവൾക്ക് അവളെ മക്കളെ വളർത്താൻ വേണ്ടി അവൾ ജീവിക്കണം, അത്രേ ഉള്ളൂ. മോട്ടിക്കണില്ലല്ലോ, ആരും പിടിച്ചു പറിക്കണില്ല. അവൾ മാന്യമായിട്ട് ജീവിക്കണം, അവൾ ജീവിക്കട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അവർക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് അവര് മാന്യമായിട്ടല്ലേ ജീവിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്തേ ഉള്ളൂ. അതിൽ ഒരു കുഴപ്പമില്ലെന്ന് ജീവിക്കാൻ വേണ്ടി ചെയ്യണല്ലേ. കാണുന്നവർ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. അത് ജീവിക്കാൻ വേണ്ടി ചെയ്യണല്ലേ. പിന്നെ കുറച്ച് സഹായങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങാം. സ്ത്രീകളല്ലേ, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ, അവർക്ക് എല്ലാ റൈറ്റും വേണം. അവർ ജീവിച്ചോട്ടെ, അവർ വേറൊരു രീതിയിൽ പോകുന്നില്ലല്ലോ, അപ്പോഴവരിങ്ങനെ ജീവിക്കട്ടെ. അതിനെന്തിനാ, ആൾക്കാർക്ക് എന്താ കുഴപ്പം, അവർ ജീവിക്കട്ടെ. എനിക്കിങ്ങനെ എതിർ അഭിപ്രായമൊന്നുമില്ല. ഇല്ല, അവർ മാന്യമായിട്ട് അവരുടെ രീതിയിൽ ജീവിക്കുന്നു. വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവർക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഇത് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അവർ മര്യാദയ്ക്ക് ഇരിക്കട്ടെ, അവർ ഇങ്ങനെ ആൾക്കാരെ തോണ്ടാതെ അവർ ഇരിക്കട്ടെ.